الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വാ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയാണ്. എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. ഈ ഭൂമിയിൽ മനുഷ്യരായ നാം അല്ലാഹുവിൻ്റെ ഖലീഫമാരാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അഥവാ ഈ ഭൂമിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിപാലകന്മാരാകണം മനുഷ്യ സമൂഹം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ ആദിമ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. ആധുനിക കാലത്ത് ലോകം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച്
ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭൗമ ഉച്ചകോടികളും അതുപോലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രായോഗിക നടപടികളിലേക്കും ആധുനിക രാജ്യങ്ങൾ പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുണർത്തുമ്പോൾ അത് അവനുമായുള്ള വിശ്വാസത്തിൻ്റെയും മഹത്തായ അമാനത്തിൻ്റെയും ഭാഗമാണ് എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകനായ അല്ലാഹുവാണ് ഈ പ്രപഞ്ചം സംവിധാനിച്ചത്, ആകാശഭൂമികൾ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് എന്ന് പറയുമ്പോൾ അത് അവനിലുള്ള വിശ്വാസത്തിൻ്റെ, അവൻ്റെ മാർഗത്തിലുള്ള സമർപ്പണത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശം കൂടിയാണ് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും കുഴപ്പം പ്രത്യക്ഷമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യ കരങ്ങളുടെ പ്രവൃത്തി നിമിത്തം എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ എടുത്തു പറയുമ്പോൾ പരിസ്ഥിതിയിലും അതുപോലെ മനുഷ്യ വിഭവശേഷിയിലും എല്ലാം മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അക്രമപരമായ, ക്രമം തെറ്റിയ ഇടപെടലുകൾ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന പല സാഹചര്യങ്ങളും രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ക്രമം തെറ്റിയ കാലാവസ്ഥ. നമ്മുടെ കേരളത്തിൽ 1.25 നൂറ്റാണ്ട് മുമ്പ് ആണത്രയും ഇത്രയും ചൂടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവര് അവരുടെ ലഭ്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. 1.25 നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്രയും ഗുരുതരമായ ഒരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിയത് എന്ന് പറയുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആഗോള താപനത്തെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളം ഈ അടുത്താണ് ഇങ്ങനെ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ അങ്ങനെ ജലക്ഷാമവും വൈദ്യുതി ക്ഷാമവും അസഹ്യമായ ചൂടും എല്ലാം നമ്മുടെ കൂടി അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വളരെ കൃത്യമായ ജലസാക്ഷരതയെക്കുറിച്ച് ഊന്നി പറഞ്ഞത് കാണാൻ കഴിയും. ജലത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഉത്ഭവം, മനുഷ്യന്റെ ഉത്ഭവം. അല്ലാഹുവിന്റെ അർശ് കുടികൊള്ളുന്നത് ജലത്തിന്മേലാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ജീവനുള്ള സകലതിനെയും നാം രൂപപ്പെടുത്തിയത് ജലത്തിൽ നിന്നാണ്. അഫലാ യുഅ്മിനൂൻ, അതിനെ ഈമാനുമായി ബന്ധിപ്പിച്ച അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന്. ഇങ്ങനെ മനുഷ്യന്റെ ഉത്ഭവവുമായിട്ട് തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലാഹു തആല ജലത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ഭൗതിക നിലനിൽപ്പ് ജലവുമായിട്ട് ഏറെ ചേർന്നു നിൽക്കുന്നു. അഥവാ നമ്മുടെ നിലനിൽപ്പിന്റെ മുഖ്യമായ ഒരു ആധാരമാണ് ജലം എന്ന നിലയിൽ ഖുർആൻ ജലവുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. വഅൻസൽനാ മിനൽ ഖാസിറാത്ത് മാഅൻ ഫജ്ജാജ, മേഘപാളികളിൽ നിന്ന്. മുഅസിർ എന്ന ആ വാക്കിനൊക്കെ ഒരുപാട് വിശകലനങ്ങൾ, വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അറബി ഭാഷയില് ജ്യൂസിന് അസീർ എന്നാണ് പറയാം. മുഅസിറാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായിട്ട് യാതൊരു കലർപ്പുമില്ലാത്ത വിധം
പിഴിഞ്ഞെടുത്തതുപോലെയുള്ള വിശുദ്ധമായ ജലമാണ്. കോരിച്ചൊരിയുന്ന ജലം നാം അവതരിപ്പിച്ചു എന്ന് ഖുർആൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വേനൽക്കാലത്ത് വേഴാമ്പലിനെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ. ഖുർആൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. അവൻ പ്രതീക്ഷയുടെ കാറ്റിനെ നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിട്ട് അങ്ങനെ വിശിഷ്ടമായ ശുദ്ധമായ ജലത്തെ നാം വർഷിപ്പിക്കുന്നു. മൃതപ്രായമായ നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുവാൻ വേണ്ടി അതിലൂടെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിനെ കൂടി സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ജലലഭ്യതയും ജല ദൗർലഭ്യവും എന്ന് മനസ്സിലാക്കണം. ഖുർആൻ ചോദിക്കുന്നത് കേട്ടില്ലേ? അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ഈ ജീവജലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘപാളികളിൽ നിന്ന് ജലം വർഷിക്കുന്നത്, അതോ നാം ആണോ? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ജലത്തെ ചമർപ്പുള്ള ഉപ്പ് രസമുള്ളതാക്കിയിട്ട് മാറ്റിയേനെ. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. കടലിൽ നിന്ന് ആണല്ലോ കൂടുതലും ജലം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നത്. പക്ഷേ കടലിലെ ഉപ്പുജലത്തിൽ നിന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്ന വെള്ളത്തിൽ ഒട്ടും ഉപ്പുരസം കലരുന്നില്ല. നമ്മൾ സ്കൂളിൽ അത് പഠിച്ചിട്ടുണ്ടാവും. കാരണം ഉപ്പിന്റെ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് നീരാവിയോടൊപ്പം ഉപ്പ് മുകളിലോട്ട് പോകാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സംവിധാനത്തെ കുറിച്ച് ഓർത്തു നോക്കൂ. ഉപ്പ് മഴയെങ്ങാനും ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ടെങ്കിൽ ഭൂമി മുഴുവൻ തരിശായി പോയനെ. എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കാം? നമ്മുടെ അങ്ങാടികളിലും മറ്റുമുള്ള മലിനജലം ഒഴുകുന്ന കാനകൾ, ആ കാനകളിൽ നിന്നും ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. അവയിൽ നിറയെ രോഗാണുക്കളായിരിക്കും. ആ രോഗാണുക്കളോടൊപ്പമാണ് ജലം നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നതെങ്കിൽ രോഗാണു മഴ വർഷിച്ചേനെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കാം. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ കാരുണ്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ ഇത്രയൊക്കെ പോരെ? മതിയല്ലോ. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോടടുപ്പിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ട് കുടിച്ചിട്ട് ആ ദാഹം ശമിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിച്ചത്. അല്ലദീ ജഅലൽ മാഅ തഹൂറ, ഈ ജലത്തെ ഏറ്റവും വിശുദ്ധമാക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് ഉച്ചരിക്കുമ്പോൾ അതാണല്ലോ ഉദ്ദേശം. അൽഹംദുലില്ലാഹ് അല്ലദീ സഖാനാ മാഅൻ അൽബൻ ഫുറാത, ഏറെ വിശിഷ്ടമായ രുചികരമായ ഈ ദാഹജലം കുടിക്കാൻ തന്ന റബ്ബിനാണ് സർവസ്തുതി. ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹൻ ഉജാജ, അവന്റെ കാരുണ്യത്താൽ ഈ ജലം കുടിക്കാൻ സാധിച്ചല്ലോ. അവൻ ഈ ജലത്തെ ഉപ്പുജലമാക്കിയില്ലല്ലോ എന്ന് ഹംദ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. അതിനാൽ ജലം ഒരു അമാനത്താണ്. ഓരോ തുള്ളിയും അമൂല്യമാണ് എന്ന ബോധം നമ്മിലുണ്ടാകണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ ആവാസ വ്യവസ്ഥയോടുള്ള നമ്മുടെ അമാനത്തിന്റെ ഭാഗമാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ അനുഗ്രഹത്തെ അനുഗ്രഹമായി തന്നെ തിരിച്ചറിയണം. അമൂല്യമായ അനുഗ്രഹമാണ്. അല്ലാഹുവിനാൽ ഈ ജലത്തെ പിൻവലിച്ചു കളഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. വളരെ ഗൗരവതരമാണ്.
ഇന്ന് ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ വിൽപ്പനച്ചരക്കായി മാറിയിരിക്കുന്നു. അങ്ങനെയല്ലേ? യാത്രക്കിടയിൽ ഒന്ന് ദാഹിച്ചാൽ കൂടെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളോട് ആ ജലമൊന്ന് തരാമോ, ഒന്ന് തൊണ്ട നനക്കാൻ എന്ന് ചോദിക്കാൻ നമുക്ക് മടിയാണ്. കാരണം 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപയാണ് വില. ഒരിറക്ക് നമ്മൾ കുടിക്കുമ്പോൾ ഒരുപക്ഷെ 1 രൂപയുടെ വെള്ളമാകും. ഇങ്ങനെ ചോദിക്കും. പ്രകൃതി വിഭവങ്ങളെല്ലാം മനുഷ്യൻ വിൽപ്പനച്ചരക്കാക്കി മാറ്റി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലേ മാഊൻ എന്ന് പറഞ്ഞാൽ? വയംനഊനൽ മാഊൻ എന്നുള്ളല്ലോ സൂറത്തുൽ മാഊനില്. പരോപകാരങ്ങൾ തടഞ്ഞു വെക്കുന്നവർ എന്നാണ് അതിന്റെ ആശയം. എന്താണ് മാഊൻ, എന്താണ് പരോപകാരം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പുല്ലാണ്, മറ്റൊന്ന് ഉപ്പാണ്, ഇനിയും ഒന്ന് ജലമാണ്, മറ്റൊന്ന് തീയാണ്. ഈ 4 പ്രകൃതി വിഭവങ്ങളാണ്: പുല്ല്, ഉപ്പ്, ജലം, തീ. പക്ഷെ ഈ 4 സംഗതിയും ഇന്ന് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. പുല്ല് വണ്ടിയിലാക്കിയിട്ട് വിൽപ്പനച്ചരക്കായി ലോറിയിൽ കൊണ്ടുവരാണ്. വെള്ളം ബോട്ടിലാണ്. തീ ഇന്ന് വിറകായും അതല്ലെങ്കിൽ ഗ്യാസായും വിൽക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഉപ്പും പാക്കറ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുകയാണ്. ഈ നിലയിൽ പ്രകൃതി വിഭവങ്ങളെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദന ചരക്കാക്കി മാറ്റിയിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പങ്കാളിത്തമുള്ള വിഭവങ്ങൾ എന്ന നിലയിൽ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടിയിരുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യൻ സ്വാർത്ഥനായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിസ്ഥിതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അല്ലാഹുവിലേക്ക് തിരിയുക എന്നതാണ്. നൂഹ് അലൈഹിസ്സലാം ജനതയോട് പറയുന്നുണ്ട്, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, പാപമോചനം തേടും. ഇന്നഹു കാന ഗഫാറ, അവൻ സകലം പൊറുക്കുന്നവനാണല്ലോ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് പാപമോചനം തേടിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്കുമേൽ ധാരധാരയായിട്ട് അവന്റെ അനുഗ്രഹമാകുന്ന മഴ വർഷിപ്പിച്ചു തരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പലരും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സങ്കടം പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ വരൾച്ചയാണ് എന്നൊരു കൂട്ടരും, ഞങ്ങളുടെ നാട്ടിൽ പ്രളയമാണ് എന്ന് മറ്റൊരു കൂട്ടരും, ഞങ്ങളുടെ നാട്ടിലെ ദാരിദ്ര്യവും ക്ഷാമവുമാണ് എന്ന് മറ്റൊരു വിഭാഗം. ഇങ്ങനെ പലരും വന്നു പറഞ്ഞപ്പോൾ ഒരൊറ്റ മറുപടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു പകരം പറഞ്ഞു കൊടുക്കുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അല്ലാഹുവിലേക്ക് തിരിയൂ, ഇസ്തിഗ്ഫാർ ചെയ്യൂ എന്ന് ഉണർത്തുകയാണ്. ആ ഇസ്തിഗ്ഫാറില് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളെ കുറിച്ചും നല്ല ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഈ മാറ്റത്തിൽ നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ പങ്കാളികളാണ് എന്നോർക്കണം. മൊത്തം വിസ്തൃതിയുടെ 12% തണ്ണീർത്തടങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നു. 44 നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഒരുപാട് കുളങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെയുള്ള നാടാണ് കേരളം. പക്ഷേ മനുഷ്യന്റെ തന്നെ ഇടപെടലുകൾ കൊണ്ട് അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഴയാണെങ്കിൽ ഒന്നിച്ചു പെയ്ത് പ്രളയമായി മാറുന്ന അവസ്ഥ, അത് സംഭരിച്ചു വെക്കപ്പെടാത്ത സാഹചര്യം. അതേപോലെ തന്നെ വരൾച്ചയിലേക്ക് വരുമ്പോൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ. അതിനാൽ നമുക്കും ഒരു ബാധ്യതയുണ്ട്. ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുവാൻ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ എന്ന ബോധ്യം നന്നായി ഉണ്ടാവണം. അങ്ങനെ അല്ലാഹുവോടും അവൻ്റെ പ്രപഞ്ച സംവിധാനങ്ങളോടും മനുഷ്യരോടും സൃഷ്ടിജാലങ്ങളോടും എല്ലാമുള്ള
ബാധ്യതകളിൽ പങ്കാളികളാവുക. പടച്ച തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുക.